ഹൗസ് BJP പരിപാടിയാണോ അത്? അതിൽ പ്രധാനമന്ത്രിയും കെ സുരേന്ദ്രനൊക്കെ സംസാരിക്കുന്നത് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ അനുവാദമുണ്ടോ വിജയകുമാർ? ഉണ്ട് ഹാഷ്മി. മാധ്യമങ്ങളോട് ആ പ്രസംഗം റിപ്പോർട്ട് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ വേദിക്ക്, മറൈൻ ഡ്രൈവിലെ ആ പ്രധാന വേദിക്ക് തൊട്ട് പിന്നിലാണ്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഇതാ കടന്നു വരുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഭാഗമായ ആദ്യ വാഹനങ്ങൾ ഇതിനോടകം ഈ നമ്മൾ നിൽക്കുന്ന പ്രധാന വേദിക്ക് പ്രധാന വഴിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ മെയിൻ എൻട്രൻസിലൂടെ മറൈൻ ഡ്രൈവിലെ വേദിയിലേക്ക് കടക്കും. ഒരു 10,000-ഓളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായൊരു പന്തൽ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ BJPയുടെ സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ പ്രസിഡന്റുമാർ, മറ്റ് സംഘടനാ ചുമതലയുള്ളവർ, BJPയുടെ മറ്റ് പോഷക സംഘടന അല്ലെങ്കിൽ യുവമോർച്ച, മഹിളാ മോർച്ച, ABVP തുടങ്ങിയവയുടെ ഭാരവാഹികൾ അവരൊക്കെ ക്ഷണിതാക്കളായി എത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കാൻ പോകുന്നത് ഈ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗം, മീറ്റിംഗ് തന്നെയാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഈ ശക്തി കേന്ദ്ര ഇൻചാർജുമാരെ ഇത്ര വിപുലമായൊരു യോഗത്തിൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത് ഇതാദ്യമായാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്നലെയാണ് BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വട്ടം കൂടി അധികാരത്തിലേക്ക് വരുമെന്ന അവരുടെ ദേശവ്യാപക ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചുവരെഴുത്ത് തുടങ്ങിയത്. അത് JP നദ്ദയാണ് ദേശീയ തലത്തിൽ ഉദ്ഘാടനം ചെയ്തത്. വിവിധ സംസ്ഥാനങ്ങളിലും അത് നടന്നു. അന്ന് തന്നെയാണ് ഇവിടെ ഒരു നരേന്ദ്രമോദിക്ക് ഒരു റോഡ് ഷോ, പ്രധാനമന്ത്രി പങ്കെടുത്ത റോഡ് ഷോ കൊച്ചിയിൽ നടന്നത്. അതിന് പിന്നാലെ വീണ്ടും അദ്ദേഹം കൊച്ചിയിലെ ഈ പരിപാടിയിൽ എത്തുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഹാഷ്മി, നമുക്കറിയാം തുടർച്ചയായി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നുണ്ട്. വലിയ ആൾക്കൂട്ടമുള്ള പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. 2 റോഡ് ഷോ തുടർച്ചയായി നടന്നു. വനിതാ പ്രവർത്തകരുടെ ഒരു വലിയ സമ്മേളനം BJP കേന്ദ്ര നേതൃത്വം തന്നെ സംസ്ഥാന ഘടകത്തെ അതിന്റെ പേരിൽ അനുമോദിക്കുകയും ചെയ്തു. ഏതാണ്ട് 1 ലക്ഷത്തിലധികം വനിതകളെ ആ സമ്മേളനത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് BJP സംസ്ഥാന ഘടകം അറിയിച്ചത്. അതൊരു വലിയ പരിപാടിയായതിൽ BJPയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തെ അനുമോദിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം കൊച്ചിയിൽ ഒരു റോഡ് ഷോ കൂടി സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം, അതൊക്കെ BJP പ്രവർത്തകർ വലിയ തോതിലെത്തുകയും ഒക്കെ ചെയ്ത ഇവന്റുകൾ, പൊളിറ്റിക്കൽ ഇവന്റുകളായി മാറിയിട്ടുണ്ട്. ഇന്നത്തെ ഈ കൊച്ചിയിലെ പരിപാടിയും ഏതാണ്ട് അതേപോലെ ക്ഷണിക്കപ്പെട്ടവരാണെങ്കിലും വിവിധ ജില്ലകളിൽ നിന്ന്, ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നുള്ള ശക്തി കേന്ദ്ര ഇൻചാർജുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ അവരുടെ വേദിയിൽ ഇപ്പോൾ അവരൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. PK കൃഷ്ണദാസാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നേരത്തെ MT രമേശും അബ്ദുള്ള കുട്ടിയും ഒക്കെ ഇതിനോടകം വേദിയിലെത്തി. അനിൽ ആന്റണിയൊക്കെ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനോടകം തന്നെ പല സ്ഥാനാർത്ഥികളുടെയും അനൗപചാരികമായി പല പ്രഖ്യാപനങ്ങളും നടന്നിട്ടുണ്ട്. ഇപ്പോൾ അനിൽ K ആന്റണി എറണാകുളത്ത് BJP സ്ഥാനാർത്ഥിയാകും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കെ ഇന്നത്തെ ഈ വേദിയിലെ ആദ്യ പ്രാസംഗികരിൽ ഒരാളായി അനിൽ K ആന്റണി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതും നമ്മൾ പ്രത്യേകം പരാമർശ വിഷയമാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ പുതിയ ആളുകളെയൊക്കെ അവതരിപ്പിക്കാനൊക്കെ പ്രധാനമന്ത്രിയുടെ വേദി അതിനുപയോഗിക്കുകയും ചെയ്യും. നമ്മൾ തൃശ്ശൂരിൽ കണ്ടതാണ്. അവിടെ റോഡ് ഷോയിൽ സുരേഷ് ഗോപിയെയാണ് ആ റോഡ് ഷോയിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ തവണ അദ്ദേഹത്തിനൊപ്പം കൂട്ടിയത്. ഇന്ന് വേദിയിൽ അത്തരം ഏതെങ്കിലും ഒരു സർപ്രൈസ് പ്രധാനമന്ത്രി ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തേണ്ട വേദി ഇതല്ല. അത് പ്രധാനമന്ത്രി അല്ല നടത്തുക. BJPയുടെ പരമോന്നത സമിതി പാർലമെന്ററി ബോർഡാണ്, പാർട്ടിയുടെ പാർലമെന്ററി ബോർഡാണ്. അത് പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെട്ട പാർലമെന്ററി ബോർഡാണ് ആ തീരുമാനമെടുക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഇത്തരം ഒരു വേദിയിൽ ചില സൂചനകളൊക്കെ നൽകാവുന്നതാണ്. അത്തരം സൂചനകൾ എന്തെങ്കിലും ഇവിടെ നൽകുമോ എന്ന് ഈ ഘട്ടത്തിലും നമുക്കറിയില്ല. പക്ഷേ എന്തായാലും അത്തരം രാഷ്ട്രീയ പ്രസംഗങ്ങൾ നമ്മൾ ഈ വേദിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ ഈ വനിതകളുടെ സംഗമത്തിൽ അദ്ദേഹം സംസാരിച്ചപ്പോഴാണ് ഈ സ്വർണ്ണക്കടത്തിന്റെ കേന്ദ്രമേ ആരുടെ ഓഫീസായിരുന്നു എന്നെല്ലാവർക്കും അറിയാമല്ലോ എന്നൊരു പരാമർശം നടത്തുകയും പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്തത്. അതിന്റെ തുടർച്ച എന്നവണ്ണം കൂടുതൽ പ്രതികരണങ്ങൾ അതുപോലെ മോദിയുടെ ഗ്യാരണ്ടി എന്നത് തെരഞ്ഞെടുപ്പിൽ BJP ഉപയോഗിക്കാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ അതിന് മാസങ്ങൾക്ക് മാത്രം മുമ്പ് നടന്ന യുവം പരിപാടിയും ഒരു രാഷ്ട്രീയ പരിപാടി ആയിരുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷേ അവിടെയും സംസാരിച്ചത് ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തടക്കമുള്ള നല്ല രാഷ്ട്രീയമാണ്. ഇപ്പോൾ ആ വനിതാ സമ്മേളനത്തിൽ പ്രസംഗിച്ചത് സ്വർണ്ണക്കടത്തടക്കമുള്ള രാഷ്ട്രീയമാണ്. അതും ഒരു പ്രകടമായ രാഷ്ട്രീയ പരിപാടി ആണെന്ന് പറഞ്ഞിരുന്നില്ലല്ലോ. ഇതിപ്പോൾ പ്രകടമായ രാഷ്ട്രീയ പരിപാടിയാകുമ്പോൾ കുറച്ചുകൂടി പ്രകടമായ രാഷ്ട്രീയം സംസ്ഥാന സർക്കാരിനെതിരെയും CPM-നെതിരെയും ഒക്കെ ഉന്നയിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെയൊക്കെ ഉന്നയിക്കും എന്ന് കരുതാമോ വിജയകുമാർ?
ഉറപ്പായും അതിന്റെ സാധ്യതകൾ തന്നെയാണ് ഹാഷ്മി ഉള്ളത്. കാരണം ഒരു സാഹചര്യം കൂടിയുള്ളത് ഇത് BJP-യുടെ ഏറ്റവും കരുത്തുറ്റ സംഘടനാ സംവിധാനത്തിന്റെ അതിന്റെ ഭാഗമായ 7000-ഓളം ആളുകളാണ്. കാരണം ഈ പഞ്ചായത്ത് ബൂത്ത് ലെവൽ കമ്മിറ്റികൾ 4 ബൂത്ത് ലെവൽ കമ്മിറ്റികൾ ചേരുന്നതാണ് ഒരു ശക്തി കേന്ദ്ര എന്നത്. ആ ശക്തി കേന്ദ്രയ്ക്ക് ഒരു ഇൻചാർജുമാരുണ്ട്. അങ്ങനെ ഈ ബൂത്ത് ലെവൽ കമ്മിറ്റികൾ 4 ബൂത്ത് ലെവൽ കമ്മിറ്റികൾ ചേരുന്ന ഒരു ശക്തി കേന്ദ്ര, അങ്ങനെ 7000 ശക്തി കേന്ദ്രയിൽ നിന്നുള്ള ശക്തി കേന്ദ്ര പ്രമുഖ് അവരാണ് ഇവിടെ എത്തുന്നത്. ഇതുകൂടാതെ BJP-യുടെ സംസ്ഥാന നേതൃത്വം ആകെയുണ്ട്. ജില്ലാ പ്രസിഡന്റുമാരുണ്ട്, സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ മറ്റ് സംഘടനാ ഭാരവാഹികൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജനറൽ സെക്രട്ടറിമാർ, പോഷക സംഘടനാ നേതാക്കൾ എല്ലാവരുമുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രിക്ക് കേരളത്തിലെ BJP-യോട് എന്താണ് പറയാനുള്ളത് എന്നത് അത് പറയാൻ ഉചിതമായ വേദിയാണിത്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അഖിലേന്ത്യാ നേതൃത്വം നേരിട്ട് പ്രചാരണം ഏറ്റെടുത്ത ചില മണ്ഡലങ്ങളുണ്ട്. അതിലൊന്ന് തൃശ്ശൂരാണ്. ആറ്റിങ്ങൽ അത്തരത്തിൽ സാധ്യതയുള്ളതാണ്. തിരുവനന്തപുരമുണ്ട്, പത്തനംതിട്ടയുണ്ട്, പാലക്കാടുണ്ട്. അങ്ങനെ 4-5 മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ സവിശേഷമായി പതിഞ്ഞിരിക്കുന്ന ചില മണ്ഡലങ്ങൾ എന്ന് വേണമെങ്കിൽ അവയെ നമുക്ക് പറയാം. ആ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഇതിനോടകം അനൗപചാരികമായി കളത്തിലിറങ്ങിയിട്ടുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ, കേന്ദ്രമന്ത്രി V മുരളീധരൻ ആറ്റിങ്ങൽ, കൃഷ്ണകുമാർ പാലക്കാട്ട്, പത്തനംതിട്ടയും അതുപോലെ തന്നെ തിരുവനന്തപുരവും ഒരു സർപ്രൈസായി നിൽക്കുകയാണ്. പത്തനംതിട്ടയിൽ കുമ്മനം രാജശേഖരന്റെ പേര് വളരെ ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. അത് PC ജോർജിന്റെ പാർട്ടിക്ക് ആ സീറ്റ് വേണമെന്ന അദ്ദേഹം മുന്നണിയിലേക്ക് എത്തി അത് ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന ഒരു ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ പത്തനംതിട്ടയിൽ ഇപ്പോൾ കുമ്മനം രാജശേഖരന്റെ പേര് പരിഗണിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടികൾ കേരളത്തിൽ എത്താൻ വിജയകുമാർ, കേരളത്തിലെ പരിപാടികൾ തുടരുകയാണ്. ഇന്നിപ്പോൾ BJP-യുടെ ശക്തി കേന്ദ്ര ഇൻചാർജ് എന്ന് പറഞ്ഞാൽ 4 ബൂത്തുകൾ ചേർന്ന ഒരു ശക്തി കേന്ദ്രത്തിന് ഇൻചാർജുമാരുടെ ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രി സംസാരിക്കാൻ പോകുന്നു. BJP-യുടെ രാഷ്ട്രീയ പരിപാടിയാണ്. രാഷ്ട്രീയ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കണം.